ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കുന്നവർ, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ, മുന്നണിയിൽപ്പെട്ടവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ കണ്ട് ആ തെറ്റ് തിരുത്തുക എന്ന നിലപാട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കും. അതുകൊണ്ടാണ് അത്തരമൊരു സമീപനത്തിൻ്റെയും കൂടിയും ഭാഗമാണ് ഞങ്ങൾ തിരിച്ചു വരും എന്ന് ഉറച്ചു പറയുന്നത്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള മേഖലകളിൽ ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകളിലും ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. ഇവരോട് പോറ്റിയോടൊപ്പം അല്ലെങ്കിൽ വേറെ എല്ലാ ആളുകളോടൊപ്പം ഇവർ വന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സോണിയാഗാന്ധി ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടില്ല, കുറ്റപ്പെടുത്തുന്ന പ്രശ്നവുമില്ല. മുഖ്യമന്ത്രിയാണ്. ഒരു പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ മാത്രം മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. CPMൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരെ രക്ഷിക്കാൻ ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. നമസ്കാരം, വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ നിന്ന് മടങ്ങി വരാൻ സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുകയാണ് ഇടതുമുന്നണി. 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലെത്തിക്കാൻ ഒറ്റക്കെട്ടായി കളത്തിലിറങ്ങിയാൽ സുനിശ്ചയമായും സാധ്യമാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. പക്ഷേ ആ പ്രതീക്ഷകൾ, ആ കണക്കുകൂട്ടലുകളും അത്ര അനായാസമായി സാധ്യമാകുമോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു LDF കൺവീനർ ശ്രീ TP രാമകൃഷ്ണൻ. സ്വാഗതം. പാർട്ടി സംവിധാനവും സർക്കാർ സംവിധാനവും കൂടി ഒരുമിച്ച് പൂർണ്ണ സജ്ജമായി കളത്തിലിറങ്ങുമ്പോൾ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ ഒരു മടങ്ങിവരവ് അത്ര ഈസി തന്നെയാണോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. അതിനുള്ള കാരണങ്ങൾ എന്ത് എന്നുള്ളത് ജനങ്ങളിടയിൽ ഞങ്ങൾ പരിശോധന നടത്തി വരികയാണ്. വീടുകൾ സന്ദർശിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് ഞങ്ങളെ ശൈലിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ രീതികളോ എന്താണ് ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത്, അത് പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് കാണുമ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വൻകിട വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യക്ഷേമ നടപടികളിലും ഇന്ന് രാജ്യത്തിന് തന്നെ കേരളം മാതൃകയാണ്. ജനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ല. ഇത് ഇങ്ങനെ ചെയ്യുന്നത് വോട്ട് കിട്ടാനല്ല. അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. ഒരിക്കലും പ്രത്യുപകാരമായിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതല്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സാധാരണ നിലയിൽ ചെയ്തിട്ടുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു സഹായ പദ്ധതിയാണ് ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു? അത് ജനങ്ങളെടുത്ത് പോയിട്ട് ജനങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കേൾക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെ ഏതെങ്കിലും രീതി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത്തരമൊരു നിലപാട്, പ്രവർത്തന ശൈലി ഞങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കും. ഈ 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ അനുഭവങ്ങളുണ്ട് വികസന രംഗത്ത്. ഇപ്പോൾ കേരളത്തിൽ ഒന്ന് പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താ കേരളം കൈവരിച്ച മാറ്റം? വലിയ മാറ്റം കേരളം കൈവരിച്ചില്ലേ? പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിനോട് എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് അകലാനുള്ള ഒരു കാരണം എന്താണ് എന്ന് അവരോട് ചോദിക്കുന്നു. അതൊരു ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്വയം വിലയിരുത്തുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നുണ്ടാവും. ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിലയിരുത്തിയിട്ട് ഞങ്ങളൊരു നിലപാടൊക്കെ പല കാര്യത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ വലിയ തോതിൽ കള്ളപ്രചാരവേല നടത്തി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ തിരുത്തി വരും എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരളം വളരെ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി പ്രശ്നം. യഥാർത്ഥത്തിൽ സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഞങ്ങളെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും എടുത്തൊരു നിലപാടുണ്ട്. അയ്യപ്പന് വേണ്ടി ലഭിച്ച ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. അത് വിശ്വാസികളുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ആ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കണം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇനി ഈ കുറ്റത്തിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാൻ പാടില്ല. അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടല്ല. ആരാണോ തെറ്റ് ചെയ്തത് ആ തെറ്റ് ചെയ്ത ആളുകളെ നിയമത്തുമ്പിൽ കൊണ്ടുവന്ന് കർശനമായ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. എന്ത് പ്രതികാര നടപടി ഞങ്ങൾക്കെതിരായി വന്നാലും നാളെയും ആ നിലപാട് തന്നെയാണ് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഉദാഹരണമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രചാരവേലയുടെ ഒരു ഉദാഹരണമാണിത്. ഇതുപോലെ തന്നെയാണ് JB കോശി റിപ്പോർട്ട്. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാട്. അതെന്താ ഇവിടെ പ്രചരിപ്പിച്ചത്? ഒരു നടപടിയും അതിൻ്റെ മേലെ എടുത്തില്ല. ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, നിയമനിർമ്മാണത്തിൻ്റെ പ്രശ്നമുണ്ട്. നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ കഴിയും? ഇത്തരം കാര്യങ്ങളെല്ലാം അഭിപ്രായങ്ങൾ കേട്ട് ചർച്ച നടത്തി ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് ഈ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചത്. ഈ വിഴിഞ്ഞം പുനരധിവാസത്തിൻ്റെ പ്രശ്നത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന നിലയിലുള്ള പ്രചാരവേല കേരളത്തിൽ സംഘടിതമായി നടത്തുകയുണ്ടായി. അതിനെയും അതിജീവിച്ച് അതിനെ ഞങ്ങൾ ഈ ഇലക്ഷൻ കാലത്ത് നേരിടേണ്ടി വന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്ത ഘടകങ്ങൾ ഗവൺമെൻറ്റിനെതിരായി ഉപയോഗിച്ചതിൻ്റെ അനുഭവങ്ങൾ കേരളത്തിലുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കണം. ആ കുറവുകൾ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാം. ജനങ്ങൾ നേരിട്ട് ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ പെരുമാറ്റത്തിലോ ഞങ്ങളുടെ ജീവിത രീതിയിലോ എന്തെങ്കിലും തെറ്റുണ്ടോ, ജനങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ? ഇവിടെ മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ സംഘടിതമായ പ്രചാരവേല ഞങ്ങൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ച് ഒരു നല്ല കർഷന് വിധേയമായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻതോതിൽ, കാരണം ഇവിടെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമം നടന്നുകഴിഞ്ഞാൽ ഒരു തെറ്റും ഭരണപരമായി പറയാൻ കഴിയില്ല. അതായത് ഒരു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷവും ഒരുപോലെ ഇടതുമുന്നണിയിൽ നിന്ന് അകന്നുപോയൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഞങ്ങളങ്ങനെ കണക്കാക്കുന്നില്ല. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള മേഖലകളിൽ ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകളിലും ഞങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ അവർക്ക് സ്വാധീനമുള്ള ചില മേഖലകൾ ചില ഏകീകരണമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തിരിച്ചടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, ഒരു സാമൂഹ്യ വിഭാഗം എന്നുള്ള നിലയിൽ അവർ പൂർണ്ണമായിട്ടും ഞങ്ങളിൽ നകന്നു, അല്ലെങ്കിൽ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മാറി എന്ന നിഗമനം ഞങ്ങൾക്കില്ല. അത് അനുഭവങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല. അപ്പോൾ കേരളത്തിൽ ഓരോ വാർഡിലുമുള്ള ഇലക്ഷൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹം ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ടും എതിരായി അത്തരം വിഭാഗങ്ങളുടെ ഒരു കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായത് എന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഈ അനുഭവത്തിൻ്റെ അടുത്ത് പറയാൻ കഴിയില്ല. എന്നാൽ ഇത് ഓരോ സ്ഥലത്തും ഇപ്പം ഇത്രയധികം കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഇപ്പം ഞങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. മനുഷ്യരല്ലേ. അപ്പം അതൊരു പൊതു ട്രെൻഡായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമായി ജനങ്ങളിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഭരണപരമായ ഒരു പെശകാണല്ലോ ഉണ്ടാകേണ്ടത്. ഒരു ഭരിക്കുന്നത് ഏത് പ്രശ്നത്തിലാണ് ഭരണപരമായ പെശക്? ജനങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഭരണപരമായൊരു പെശകുണ്ട് എന്നുള്ളത് ഇവിടെ ഇതുവരെയും ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അത് ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ജനങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇത്ര ദോഷമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി ഇന്ന പ്രശ്നമുണ്ട്, നിങ്ങൾ ചിലർ അഴിമതിക്കാരാണ്, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. അത്തരം പ്രശ്നങ്ങളൊക്കെ വരട്ടെ. വന്നു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങൾ ശരിയോ തെറ്റോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ, മുന്നണിയിൽപ്പെട്ടവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ കണ്ട് ആ തെറ്റ് തിരുത്തുക എന്ന നിലപാട് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സ്വീകരിക്കും. അതുകൊണ്ടാണ് അത്തരമൊരു സമീപനത്തിൻ്റെയും കൂടിയും ഭാഗമാണ്
ഞങ്ങൾ തിരിച്ചു വരും എന്ന് ഉറച്ചു പറയുന്നത്. ഒരു പ്രത്യേക ഘടകങ്ങൾ ഒരു പ്രത്യേക മേഖലകളിൽ അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്ന് വിലയിരുത്തുമ്പോൾ, എന്നാൽ ഒരു പൊതുവായൊരു ട്രെൻഡ്, ഒരു പൊതുവികാരം LDFനെതിരെ ഉണ്ടായിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ആ ഒരു പൊതുവികാരം ഉണ്ടായതിൽ ഏറ്റവും പ്രധാന ഘടകമെന്ന് ഇപ്പോഴും കരുതുന്നത് ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം തന്നെയല്ലേ? അല്ല, അത് ഒരു പ്രശ്നം. ശബരിമലയിൽ ഞങ്ങൾ എന്താ തെറ്റിയിട്ടുണ്ടോന്ന് അവർ അല്ല, അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നല്ല, പക്ഷെ അതൊരു ട്രെൻഡായി മാറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ഇതിന് ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIM, അവർ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവിടെ നമ്മൾ പരിശോധിക്കണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ തെറ്റ് തിരുത്തണം. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ബോധ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് ഇത് അന്വേഷണം നടത്തണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണത്തിൽ CPIM ഇടപെട്ടിട്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ആ അന്വേഷണത്തെ ഏതെങ്കിലും റൂട്ടിലേക്ക് തിരിച്ചുവിടാൻ ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. CPMൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരെ രക്ഷിക്കാൻ ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ. അവർ ഒരു ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം, അത് പരിശോധിക്കണം. വീഴ്ച വന്നു അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്നുള്ളത് ഇപ്പോഴും പറയാറായിട്ടില്ല. ആ കുറ്റം ചെയ്ത് എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ കടുത്ത നടപടി അവർക്കെതിരായിട്ട് ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനോ അന്വേഷണം വേറെ രീതിയിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ആ ബോധ്യമാണ് ഞങ്ങൾ തെറ്റിയിട്ടില്ല എന്ന് പറയാൻ കാരണം. പക്ഷേ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ രാവും പകലും ചേർന്നിട്ട് മീഡിയാസ് നടത്തുന്ന ചില പ്രചാരവേലയുണ്ട്. അല്ല, മീഡിയാസ് നടത്തുന്ന സ്വാധീനം ചെലുത്തും ജനങ്ങളിൽ. മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണ വേല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്നൊരു ചോദ്യം, ഒരു മുൻ MLAയും ഒരു N. വാസുവിനെ പോലെ ഏറ്റവും പ്രമുഖനായ CPM സ്വാധീനമുള്ള 2 വ്യക്തികൾ, 2 ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലാകുമ്പോൾ മാധ്യമങ്ങൾ കയ്യും കെട്ടി മിണ്ടാതിരിക്കണമെന്നുള്ളൂ. അത് ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാധ്യമധർമ്മമല്ലേ? ഞങ്ങൾക്കൊരു പരാതിയില്ല. അല്ല, അങ്ങനെ ഞങ്ങളുടെ അതിൻ്റെ അകത്തുള്ള പ്രശ്നം പറഞ്ഞാൽ ഇവർ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഈ സ്വർണം തിരിമറി നടത്തുന്ന കാര്യത്തിലോ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യത്തിലോ ഇവർ എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അത് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം CPIM ഈ കവർച്ചയ്ക്ക് വേണ്ടി ആസൂത്രണം ചെയ്തു എന്നും ഇത് CPMന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ള എനിക്കുള്ള പ്രചാരവേല നടന്നില്ല ഇവിടെ. ആ പ്രചാരവേല ശരിയായിരുന്നു? ആ പ്രചാരവേല തെറ്റല്ലേ? ആ പ്രചാരവേല വിശ്വാസികളായ ജനങ്ങളിൽ ചില സമയത്ത് സ്വാധീനം ചെലുത്തുന്ന വരില്ലേ? അത് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ കുറ്റക്കാരാവുന്നില്ല. ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞങ്ങൾ ഈ കവർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുക, അതിൻ്റെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്തുന്നതിൻ്റെ സമീപനം സ്വീകരിക്കുക. ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, നാളെ ചെയ്യാനും പോകുന്നില്ല. കോടതി അവരെ കുറ്റക്കാരാണ് എന്ന് അന്തിമമായി വിധി വരുന്നത് വരെ അന്തിമവിധി എന്നല്ല, അന്തിമവിധിയല്ല ഞങ്ങൾ കാണുന്നത്. ഈ കേസിൻ്റെ പരിശോധന നടത്തി ഇവർ കുറ്റവാളികളാണ് എന്നുള്ളത് ഉള്ള നിലയിലേക്ക് വരണം. ഇപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടോ? വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും അറസ്റ്റ് ഏതെങ്കിലും രീതിയിൽ ഒരു LDFന്റെ ഒരു പ്രതിച്ഛായ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബാധിച്ചില്ലേ? അതല്ല എന്ന് പറയാൻ LDFന് പ്രതിച്ഛായ ബാധിക്കുന്നല്ല. അത് ഞങ്ങൾ ഇത്തരമൊരു ഇവരെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കുറ്റവാളിയുടെ പക്ഷത്താണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലല്ലോ. ചിലർ ഇങ്ങനെ ഇത് ഞങ്ങൾ ഗൂഢാലോചന നടത്തി കൊണ്ടുവന്നതാണ് എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരവേല നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഗൂഢനീക്കം കേരളത്തിൽ നടന്നിട്ടില്ലേ? അതൊക്കെ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി ജനങ്ങൾ ശ്രദ്ധപ്പെടുത്തുക. ഇതിൽ കുറ്റവാളികളായ ആളുകൾ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ സമുന്നത നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തുന്നു. സോണിയാഗാന്ധിയുടെ വീട് വളരെ സുരക്ഷിതമായ ഒരു കേന്ദ്രമാണ്. കോൺഗ്രസിൽപ്പെട്ടവർക്ക് പോലും സ്വതന്ത്രമായിട്ട് അങ്ങ് കടന്നു ചെല്ലാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു കേന്ദ്രത്തിൽ ഈ കേസിൽ ഇപ്പോൾ കുറ്റമാരോപിക്കപ്പെട്ട അവർ അവിടെ എത്തുന്നു. കൊണ്ടുപോയ ആളുകൾ പറയുന്നത് ഞങ്ങളല്ല കൊണ്ടുവന്നത്. കൊണ്ടുവന്ന ആളുകൾ അടൂർ പ്രകാശാണ്, പിന്നെ ആൻ്റോ ആൻ്റണി. അവർ പറയുന്നത് എന്താ, ഞങ്ങളല്ല കൊണ്ടുവന്നത്. പക്ഷേ ഈ
ഇവരോട് പോറ്റിയോടൊപ്പം അല്ലെങ്കിൽ വേറെ എല്ലാ ആളുകളോടൊപ്പം ഇവർ വന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സോണിയാഗാന്ധിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സോണിയാഗാന്ധി ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടില്ല, കുറ്റപ്പെടുത്തുന്ന പ്രശ്നവുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഷ്യം അങ്ങനെയല്ല. മുഖ്യമന്ത്രി അത് വ്യത്യസ്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവരവിടെ എങ്ങനെ എത്തി എന്നുള്ളത് കോൺഗ്രസ് അല്ലേ പറയേണ്ടത്? അതെന്താ കോൺഗ്രസ് പറയാത്തത്? അടൂർ പ്രകാശ് പറയുന്നു അദ്ദേഹത്തിന് പങ്കില്ല, ആൻ്റണി പറയുന്നു അദ്ദേഹത്തിന് പങ്കില്ല. ആർക്കാ പങ്ക്? ഒരാൾക്കും പങ്കില്ലാണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇയാളെ പോറ്റിയെത്തിക്കാൻ കഴിയും? അത് കോൺഗ്രസ് അല്ലേ വ്യക്തമാക്കേണ്ടത്? എന്തേ കോൺഗ്രസ് ഇതുവരെ വ്യക്തമാക്കാതിരിക്കുന്നത്? ഉന്നതയായ നേതാവിൻ്റെ വീട്ടിൽ എങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും എത്തി എന്നുള്ളത് ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളും എത്തിച്ചു, അല്ലെങ്കിൽ എങ്ങനെ എത്തിപ്പെടാൻ പറ്റി എന്നത് ഇപ്പോഴും ഉയർത്തി നിങ്ങൾ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു. പക്ഷെ അതേസമയം നിങ്ങളുടെ മുൻ MLA ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അത് നിങ്ങൾ ഇപ്പോഴും ഒരു പ്രതിയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതാണല്ലോ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതല്ല ഇരട്ടത്താപ്പ് എന്നുള്ളത്. പ്രതിയാണോ അല്ലത് ഇയാൾ കുറ്റവാളിയാണോ എന്നുള്ളത് അല്പം കൂടി വെയിറ്റ് ചെയ്യും. കുറ്റവാളിയാണ് എന്നുള്ളത് ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു നോക്കി നിങ്ങൾക്ക് ബോധ്യമാവും. ആർക്കും ബോധ്യമാവും അത് എന്താണ് ഇക്കാര്യത്തിൻ്റെ നിലപാട്. അതുപോലെയാണോ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഇവർ എത്തിച്ചത്? ആ എത്തിച്ച ആളുകൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവില്ലേ? പത്മകുമാറിനെതിരെ ഒരു കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ആ നിമിഷം ഒരു പാർട്ടിയിൽ നിന്നൊരു നടപടി ഉണ്ടാകും. പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ എടുക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ അതിലേക്ക് എത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത്. ഇവരാരും കുറ്റം ചെയ്യാത്തവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. അവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ആ വ്യക്തത വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കും. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപക്ഷെ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വരില്ല. സർക്കാർ നിഷ്പക്ഷമാണ്, സർക്കാരിന് ഒരു ഇടപെടലും ഇല്ല എന്നൊരു വ്യക്തത വരുത്താൻ കഴിയില്ലായിരുന്നോ? സർക്കാർ നടപടികൾ എടുത്തല്ലോ. സർക്കാർ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സഹായകരമായ നിലപാടെടുക്കുക എന്നുള്ളതല്ലേ. അത് സർക്കാർ എടുത്തിട്ടുണ്ടല്ലോ. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഞങ്ങളെ പാർട്ടി മെമ്പർമാരായതുകൊണ്ട് അവരുടെ പേരിൽ പാർട്ടി നടപടി എടുത്തില്ല. അതാണല്ലോ പ്രശ്നം. പാർട്ടി നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സംഘടനാപരമായി സ്വീകരിക്കേണ്ടുന്ന ചില ക്രമങ്ങളുണ്ട്. അതിനനുസരിച്ച് സംഘടനാപരമായി അവരുടെ പേരിൽ നടപടി എടുക്കാൻ പാടുള്ളൂ. അത് പാർട്ടിയുടെ മുമ്പിലുള്ളൊരു വിഷയമാണ്. പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഇക്കാര്യത്തിലെടുക്കും. കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അതേ എൻ്റെ പ്രശ്നമുള്ളൂ. മറുഭാഗത്ത് ജനങ്ങൾ ചിന്തിച്ചത് ഈ അതേപോലെ സമാനമായ കേസ് അല്ലെങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കി പാർട്ടിയിൽ നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം നിങ്ങൾ അങ്ങനെയാണോ കാണുന്നത്? പക്ഷെ ജനങ്ങൾ ആ സമയത്ത് അങ്ങനെയാണ്. അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, കേസിൽ പ്രതിയായി എന്നുള്ളതാണോ? ഒരു പെൺകുട്ടി അവരുടെ ആരോഗ്യപരമായിട്ട് എന്തെല്ലാം പ്രശ്നത്തെ നേരിട്ടിട്ടുണ്ടാവും. മാനസികമായി ശാരീരികമായി അവർ തകർന്നു പോയില്ലേ? ഇയാളുടെ പേരിൽ കേസെടുത്ത് ജയിലിൽ പോയോ അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ കേസെടുത്തോ എന്നുള്ളതല്ല പ്രശ്നം. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണ്ടേ? ഇനി പോട്ടെ, അത് നമുക്ക് ഉപേക്ഷിക്കാം. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ ഈ ആരോപണം വെച്ച പെൺകുട്ടിയെ കണ്ടോ? എന്നിട്ട് എന്താണ് നിങ്ങളുടെ അനുഭവം? അവരോടൊന്നും ചോദിക്കാതെയാണല്ലോ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് നിക്കക്കള്ളില്ലാതെ വന്ന സമയത്തല്ലേ പുറത്താക്കിയത് കോൺഗ്രസ്. അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ പോറ്റിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനൊരു കമ്പാരിസൺ ഇല്ല. മറ്റത് തികച്ചും മനുഷ്യത്വപരമാണ്. ഒരു പെൺകുട്ടി നേരിടേണ്ടി വന്ന വിവരിക്കാൻ കഴിയാത്തൊരു പീഡനത്തിൻ്റെ കഥയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് അത്തരമൊരു പ്രശ്നത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് മാതൃകാപരമായിരുന്നു എന്നുള്ളത് ആർക്കാ കണക്കാൻ കഴിയുക? കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ചിലരുടെ കുടുംബത്തിൽ വരെ ഈ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും പുറത്തങ്ങനെ പറയാത്തതെന്തുകൊണ്ടാ? അങ്ങനെ പറഞ്ഞ് ഒരു വഷളായ അന്തരീക്ഷം ഉണ്ടാകും. ഒരു പെൺകുട്ടീൻ്റെ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പെൺകുട്ടി ഉണ്ടാകുമല്ലോ. ആ പെൺകുട്ടിയുടെ ഭാവിയും പെൺകുട്ടിയുടെ സംരക്ഷണവുമാണ് ഞങ്ങൾ മുഖവിലേക്കെടുത്തത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ പല പ്രസ്താവനകളും വലിയ രീതിയിൽ ചർച്ചയായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ AK ബാലൻ്റെ ജമാഅത്തെ പ്രസ്താവനയുമൊക്കെ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് ഈ പ്രസ്താവനകളൊക്കെ തന്നെ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് പോലും
അത് പിന്നീട് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഒക്കെ തന്നെ അത് തിരുത്തിയെങ്കിലും പക്ഷെ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും തിരുത്തിയില്ല എന്നൊരു അങ്ങനെ ഒരു വ്യാഖ്യാനം ഒരു പൊതുസമൂഹത്തിൽ എന്തുകൊണ്ട് വന്നു? വെള്ളാപ്പള്ളി ന്യൂനപക്ഷത്തിനെതിരായി നിലപാടെന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോടൊന്നും CPM-ന് യോജിപ്പില്ല, ഇല്ല. പക്ഷെ മുഖ്യമന്ത്രി ഒരിക്കലും അത് തള്ളി പറയുന്നില്ലല്ലോ. നിലപാടിനെ മുഖ്യമന്ത്രിയാണ്. ഒരു പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ മാത്രം മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി എന്നുള്ള പൊസിഷൻ പലപ്പോഴും എത്രയോ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി. അത് ഇനി സ്വീകരിക്കുമല്ലോ. എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മാത്രം അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നില്ല? നിങ്ങൾക്ക് അങ്ങനെ പ്രതികരിക്കുന്നതിലും അങ്ങനെ സമീപിക്കുന്നതിലൊന്നും തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിൻ്റെ നിലപാട് പറയാന്ന് പറയുന്നത് അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് പറയുന്നതിനനുസരിച്ച് മാത്രം പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ടിപ്പോൾ AK ബാലനെ കുറിച്ച് പറഞ്ഞല്ലോ, മാറാട് കലാപം വളരെ ഗൗരവമുള്ളൊരു വിഷയമായിരുന്നില്ലേ? ഞാനന്ന് മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. മാറാട് കലാപ കേന്ദ്ര സേനാംഗൻ. അന്ന് ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആൻ്റണി മുഖ്യമന്ത്രിയായിട്ട് ആൻ്റണിയെ അവിടെ സന്ദർശിക്കുന്നതിനെ എതിർത്തു RSS BJP. അവരെതിർത്തപ്പം അവരുടെ കണ്ടീഷൻ എന്താണെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി അവിടെ സന്ദർശിക്കാൻ പാടില്ല, ലീഗിൻ്റെ നേതാക്കന്മാർ സന്ദർശിക്കാൻ പാടില്ല. അത് അംഗീകരിച്ചു കൊടുത്തില്ലേ കോൺഗ്രസ്? പിണറായി വിജയൻ ആരുടെ സമ്മതമായിട്ടാണ് അവിടെ പോയത്? പിണറായി വിജയൻ അന്ന് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞങ്ങളെല്ലാം കൂടെയുണ്ട്, ആ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ. അവിടെ ചെന്നിട്ട് കഴിഞ്ഞ ദിവസം പത്രക്കാരനോട് ചോദിച്ചു അവിടെയുള്ള അനുഭവത്തെ ഞാൻ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അത് അടഞ്ഞൊരു അധ്യായമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കുത്തി നോവിച്ച് ഒരു പ്രശ്നമാക്കി മാറ്റുക എന്ന് പറയുന്നത് ജനങ്ങൾ തമ്മിൽ നിലനിർത്തേണ്ടുന്ന തുടരേണ്ടുന്ന സൗഹൃദ അന്തരീക്ഷത്തിന് ദോഷം ചെയ്യും. അല്ല, അത് തന്നെയല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ നിലപാട് വിമർശന വിധേയമാകുന്നത്. എല്ലാവരും മറന്നിരുന്ന മാറാട് കലാപവും 5-ാം മന്ത്രി വിവാദവും ഒക്കെ വീണ്ടും അന്തരീക്ഷത്തിൽ കൊണ്ടുവരാനുള്ളത് മാറാട് കലാപം പോലെയല്ല 5-ാം മന്ത്രി വിവാദം. വർഗീയമായ നിലപാടിന് കീഴ്പ്പെട്ടൊരു സംഭവമാണത് UDF. അത് പറയേണ്ടതാ, അത് രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നമാണ്. അതല്ലാതെ മാറാട് കലാപത്തിനെ ഏതെങ്കിലും തരത്തിൽ ഓർമ്മിപ്പിച്ച് പ്രശ്നമാക്കാനല്ല. ഇതിലെല്ലാം അവരെടുത്ത നിലപാടുണ്ട്. ആ നിലപാട് അത് പരിശോധിക്കണ്ടേ? ആ നിലപാടൊന്നും അവർ തിരുത്തിയിട്ടില്ലല്ലോ. ആരാണ് ന്യൂനപക്ഷത്തിന് എതിരായി നിൽക്കുന്നത്, അല്ലെങ്കിൽ വർഗീയമായ നിലപാടെടുക്കുന്നത് ആരാ? AK ബാലന്റെ പ്രസ്താവന ഇപ്പോൾ താങ്കൾ അത് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ തള്ളാൻ തയ്യാറാകുന്നില്ല. വർഗീയതയ്ക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുന്നയാളാണ് AK ബാലൻ. അപ്പോൾ അയാളൊരു നിരീക്ഷണം പ്രകടിപ്പിച്ചു. എൻ്റെ അഭിപ്രായം എന്തെന്നാ, ഒരു തരത്തിലും ജമാഅത്തുകാർ മന്ത്രിയാൻ കഴിയില്ല. UDF അധികാരത്തിൽ വന്നെങ്കിലല്ലേ ജമാഅത്തിൽ മന്ത്രിയാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രസ്താവന കടന്ന രീതിയിൽ ഭാവനയിലൂടെ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന് നടത്താമായിരുന്നു. വ്യാഖ്യാനിച്ചുണ്ടാക്കല്ലേ എന്ന്. പക്ഷേ പാലക്കാട് ജില്ലാ ഘടകം പോലും ആ പ്രസ്താവന പാലക്കാട് ജില്ലാ ഘടകം പോലും അംഗീകരിക്കുന്നില്ലല്ലോ. അത് നിങ്ങൾ പാർട്ടി DC-യിൽ പങ്കെടുത്ത ആളെ പോലെ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ എല്ലാ കാര്യത്തിലും മീഡിയാസിൽ വരുന്നത് വസ്തുതാപരമായിക്കൊള്ളുന്നില്ല. അവരുടെ ഭാവനക്കനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ടാവും. എന്തായാലും വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം കൈവരിക്കും, അധികാരത്തിലേക്ക് തിരിച്ചു വരും. 110 സീറ്റൊക്കെയാണല്ലോ കണക്ക് കൂട്ടുന്നത്. 110 സീറ്റിലേക്ക് എത്തും. എന്തായാലും ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.